നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ 5 പാർട്ടായിട്ട് സമ്പത്തോടുള്ള നമ്മുടെ ഒരു മനോഭാവം, നമ്മുടെ ഒരു കാഴ്ചപ്പാട് പുതിയ നിയമ വെളിച്ചത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ചെയ്യുകയുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരായി ഇത് കേൾക്കുന്നവർ അതിൻ്റെ ആദ്യം മുതൽ 1ാമത്തെ പാർട്ട് മുതൽ കേൾക്കണമെന്ന് ഒരിക്കൽ കൂടെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങൾക്കൊരു വ്യത്യാസം വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പഴയ നിയമത്തിലെ ഒരു ഭാഗം സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൽ നിന്ന് പ്രാരംഭമായിട്ട് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ പഴയ നിയമ ഇസ്രായേൽ അവർ മിസ്രൈമിൽ അടിമകളായിരുന്നു. ദൈവം അവരെ കടാക്ഷിക്കുകയും മോശയിൽ കൂടെ ആ ജനത്തെ അവിടുന്ന് പുറപ്പെടുവിച്ച് ദൈവം അവരെ കനാൻ ദേശത്തിലേക്ക് അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ദൈവം അവകാശമായി കൊടുത്ത, അവരുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത കനാൻ ദേശത്തേക്ക് 430 സംവത്സരത്തെ അടിമത്തത്തിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. ആ മടക്കയാത്രയിൽ സംഭവിച്ചൊരു കാര്യം ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഏകദേശം അവർ ഇങ്ങനെ നടന്ന് ഈ യോർദാൻ്റെ കരയിൽ യോർദാനിൽ എത്തിച്ചേർന്നപ്പോൾ 2.5 ഗോത്രം, അതായത് ഗാദ്യരും രൂബേന്യരും മനശ്ശയുടെ പാതി ഗോത്രവും 2.5 ഗോത്രം ഒരു ചെറിയ റിക്വസ്റ്റുമായിട്ട് മോശയുടെ അടുക്ക വരികയാണ്. അവർ മോശയോട് പറയുന്നൊരു കാര്യം, അതായത് ഈ ഗിലെയാദ് ദേശം എന്ന് പറയുന്ന, അല്ലെങ്കിൽ യസേർ ദേശവും ഗിലെയാദ് ദേശവും, ഈ 2 പ്രദേശങ്ങൾ, യസേർ ദേശവും ഗിലെയാദ് ദേശവും, ഈ 2 പ്രദേശങ്ങൾ ഞങ്ങളുടെ ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം, അതായത് അവിടെ ഇഷ്ടം പോലെ പച്ചപ്പും തഴപ്പും ഈ ആടുമാടുകൾക്ക് മേയുവാനും അതിനെ വളർത്താനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ യസേർ ദേശവും ഗിലെയാദ് ദേശവും. ഇപ്പോൾ ഇവർ മോശയോട് പറഞ്ഞു, നീ ഒരു ഉപകാരം ചെയ്യണം, ഞങ്ങൾ ഈ 2.5 ഗോത്രം ഞങ്ങൾ ഇവിടെ പാർത്തോളം, ഞങ്ങൾ യോർദാൻ അക്കരയ്ക്ക് വരുന്നില്ല, അതിന് നീ ഞങ്ങളോട് കൃപ കാണിക്കണം, നീ അനുവദിക്കണം, അതിനാണ് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അപ്പം ശരിക്കും ദൈവം ഇവരെ വിടുവിച്ചത് അവർ പിതാക്കന്മാരോട്, അല്ല അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത് അവരുടെ സ്വന്തം ഭൂമിയായിരുന്നു ഇസ്രായേലിലെ കനാൻ ദേശം മടക്കിപ്പാനായിട്ടാണ്. പക്ഷേ ഈ യാത്രയിൽ ഈ പച്ചപ്പ് കണ്ടിട്ട്, ഈ തഴപ്പ് കണ്ടിട്ട്, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കണ്ടിട്ട് അവർ ഇത് ആടുമാടുകൾക്ക് പറ്റിയ സ്ഥലമാണ്. അവർ ലക്ഷ്യത്തിൽ നിന്ന് മാറുക. അവരെന്തിനാണ് വിളിച്ചത്? അവരെന്തിനാണ് ഈ ഈജിപ്റ്റ് വിട്ടത്, മിസ്രൈം വിട്ടത്? അവരുടെ 430 വർഷത്തെ അധ്വാനവും വീടും വസ്തുവകകളും ആടുമാടും അവർക്കുണ്ടായിരുന്ന ആടുമാടുകളെല്ലാം കുറേ അവർ എല്ലാം കൊണ്ടുവരികയാണ്. അവർക്കുണ്ടായിരുന്ന എല്ലാം ഇത്ര നാളത്തെ അധ്വാനം അവിടുത്തെ എല്ലാം വിട്ടെന്തിനാണ് ഇറങ്ങിയത്? ഈ മരുഭൂമിയിൽ ഇത്രയും 40 വർഷം യാത്ര ചെയ്തെന്തിനാണ്? അവരെ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറുക. ഇപ്പോൾ അവർ കാണുന്നത് ഈ ഭൂമിയിലെ അനുഗ്രഹമാണ്. ഇവിടുത്തെ പച്ചപ്പും തഴപ്പും ഇവിടുത്തെ നീർച്ചാലുകളും എല്ലാം കണ്ടു പറഞ്ഞു, ഇത് നമുക്ക് പറ്റിയെന്നല്ല, ഞങ്ങളുടെ ആടുമാടുകൾക്ക് പറ്റിയതാണ്. ഇതാ ഇപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട്. ഇവിടുത്തെ പച്ചപ്പും തഴപ്പും, ഇവിടുത്തെ ലോകത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ കണ്ണിനിമ്പമായിട്ടുള്ളത്, കൺമോഹമായാലും ജഡമോഹമായാലും ജീവനത്തിൻ്റെ പ്രതാപമായാലും നമ്മുടെ ദർശനമേ നഷ്ടപ്പെട്ടു. അപ്പം മോശ അവരോട് പറയുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് അടിയങ്ങൾക്ക് കൃപയുണ്ടെങ്കിൽ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം, ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ. മോശ ഗാദ്യരോടും രൂബേന്യരോടും പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ, യഹോവ ഇസ്രായേൽ മക്കൾ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിക്കാൻ തക്കണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന്? മോശ പറയാവാണ്, ദൈവം ഇസ്രായേൽ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ കനാൻ ദേശത്ത് കൊണ്ടുപോകാനാണ് വിളിച്ചിറക്കി ഈ 40 വർഷമായിട്ട് ഈ പങ്കപ്പാടെല്ലാം ചെയ്ത് ഈ മരുഭൂമിയിൽ കൂടെ നടക്കുന്നത്. നിങ്ങൾ വരുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ഇത് കണ്ടപ്പം
നിങ്ങൾക്കിത് മനസ്സിന് ഇമ്പമായിട്ട് കണ്ണിന് ഇമ്പമായിട്ട് കണ്ടു, നിങ്ങൾ മറ്റുള്ളവരെ കൂടെ നിങ്ങൾ അധൈര്യപ്പെടുത്തുകയാണ്. അവരുടെ ദർശനത്തെ കൂടെ നിങ്ങൾ ഇല്ലാതാക്കി, അവരുടെ ആത്മീയ കണ്ണുകൂടെ നിങ്ങൾ കുരുടാക്കിയാണ്. നിങ്ങൾ ഒരു കാരണവശാലും അത് ചെയ്യാണ്ട് പാടില്ല. ഈ പറഞ്ഞതിൻ്റെ ഒരു സാരാംശുത്രം മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഈ ഭൂമി എനിക്കും നിങ്ങൾക്കും ശാശ്വതമായിട്ട് ഇവിടുത്തെ പച്ചപ്പും തഴപ്പും ഇവിടുത്തെ അനുഗ്രഹവും ഇവിടുത്തെ താൽക്കാലികമായിട്ടുള്ള എല്ലാ എന്താ പറയുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ്സും അനുഭവിച്ചുകൊണ്ട് കഴിയാനുള്ളത്. ഇതൊരു ട്രാൻസിസ്റ്റ് ഏരിയ, കടന്നു പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇടമാണ്. നമ്മളതാ മനസ്സിലാക്കേണ്ടത്, നമ്മളതാ തിരിച്ചറിയേണ്ടത്. ഇതൊരു ട്രാൻസിസ്റ്റ് ഏരിയയാണ്. ആ ട്രാൻസിസ്റ്റ് ഏരിയയിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആഹാരമോ വസ്ത്രം നിങ്ങൾക്ക് ആവശ്യം, ഇന്ന് ആവശ്യമുള്ള ഞാൻ തരാം. ബാക്കി ചിന്തകളെല്ലാം ഉയരത്തിലേതായിരിക്കണം. ഇനി അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ പല വിശ്വാസികൾക്കും പലർക്കും ഇതിൻ്റെ പൊരുൾ ഇന്നും മനസ്സിലായിട്ടില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയത്തില്ല. ഞാൻ പണ്ടൊരാൾ ചോദിച്ചു, ഈ മാമോൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന്. ഒരു പിടിയുമില്ല. വർഷങ്ങളായിട്ട് വിശ്വാസത്തിൽ, പക്ഷെ ഒരു പിടിയുമില്ല. ഈ മാമോൻ എന്ന് പറഞ്ഞാൽ പണ്ടോട്ടേ കേട്ടിട്ടുണ്ട്, എന്താണ്ടൊരു ഒന്നിലൊരു മനുഷ്യനാ, അല്ലെങ്കിൽ എന്താ മാമോൻ എന്നുള്ള പറയുന്നതിന് മണി എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. യു കനോട്ട് സെർവ് ടു മാസ്റ്റേഴ്സ്, യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മണി അറ്റ് എ ടൈം. യു കനോട്ട് ഡു ദാറ്റ്. എനിക്ക് ഒരേ സമയത്ത് അത് ചെയ്യാണ്ട് കഴിയത്തില്ല. ഇവിടെ കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും ഒരു സംഭവം പറഞ്ഞേച്ച്, ഒരു വിചാരകൻ്റെ കാര്യമൊക്കെ പറഞ്ഞേച്ച് കർത്താവ് ഒരു തത്വം, ഞാൻ പിന്നെ ആ കാര്യവിചാരകൻ്റെ അതിലെ കണക്കിലേക്കൊന്നും പോകുന്നില്ല, സമയമെടുക്കും. അതുകൊണ്ട് ആ പ്രിൻസിപ്പിൾ മാത്രം, എന്തിനാണ് കർത്താവ് പറഞ്ഞിട്ട് ഒരു പ്രിൻസിപ്പിൾ പറയാം, തത്വം മാത്രം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാൻ അവനെ പുകഴ്ത്തി, വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അതായത് ഒരു കാര്യവിചാരൻ എങ്ങനെ ബുദ്ധിയോടെ പ്രവർത്തിച്ചു, അവൻ എങ്ങനെ ആണ് പുകഴ്ച ലഭിച്ചെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, ഈ തലമുറയിൽ ഈ ലോകത്തിൻ്റെ മക്കൾ, അതായത് വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങൾ നിങ്ങളെ ചേർത്തുകൊള്ളുവാനിടയാത്തീരും. നമ്മുടെ മനോഭാവം, ഞാൻ ഈ ഒറ്റ വീഡിയോയിൽ പോലും നമുക്ക് സമ്പത്ത്, ധനം വേണ്ടെന്ന് പറഞ്ഞാൽ അതില്ല, ജീവിക്കാൻ പറ്റില്ല. നമുക്ക് വീട് വേണം, നമുക്ക് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കണം, നമുക്ക് സഞ്ചരിക്കാൻ വാഹനം, ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ്. നമുക്ക് അതിമോഹം പാടില്ല. അതായത് നമുക്ക് ദൈവം തരുന്നതിനോട് നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം. നിനക്ക് എത്ര വേണേലും സമ്പത്ത്, എത്ര വേണേലും ധനം, സമ്പത്തൊക്കെ ഉണ്ടാവാം, ദൈവം തന്നിരിക്കാം. പക്ഷെ അതിനോടുള്ള മനോഭാവം, കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ മനോഭാവം. ഇവിടെ കർത്താവ് പറഞ്ഞു, നിനക്കുള്ള ഈ മാമോനൊക്കെ, മാമോ എന്ന് ഞാൻ പറഞ്ഞത് വേൾഡി വെൽത്താണ്, വേൾഡി വെൽത്ത്. അതിന് നീ എങ്ങനെ വേണം, അതിനുള്ള മനോഭാവം എങ്ങനെ ആയിരിക്കണം. അത് ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഐ ടെൽ യു, യൂസ് വേൾഡി വെൽത്ത് ടു ഗെയിൻ ഫ്രണ്ട്സ് ഫോർ യുവർ സെൽഫ്. നീ ദൈവം തന്നിരിക്കുന്ന ഈ വേൾഡി വെൽത്ത്, അത് നിൻ്റെ വസ്തുവാകട്ടെ, വീടാകട്ടെ, മൃഗമാകട്ടെ, ജോലിയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, എന്തുമാകട്ടെ, അതിനെ നീ എങ്ങനെ യൂസ് ചെയ്യണം. അതിനെ നീ യൂസ് ചെയ്യേണ്ടത് ദൈവരാജ്യത്തിന് വേണ്ടി കുറച്ച് ഫ്രണ്ട്സിനെ, കൂട്ടുകാരെ, മറ്റുള്ളവരെ ഗെയിൻ ചെയ്യാൻ, നേടുവാൻ വേണ്ടി ഉപയോഗിക്കണം. ഇവിടെ പറയുകയാണ്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുവീൻ. എന്നിട്ട് പറഞ്ഞു, അതില്ലാതാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനിടയായിത്തീരും. എന്ന് പറഞ്ഞാൽ ഈ സ്നേഹിതന്മാരെ ഉണ്ടാക്കുവാൻ ചിലവുണ്ട്. പലതിനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ചില ആത്മാക്കളെ നേടാൻ വേണ്ടി ചിലവഴിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഇതെല്ലാം ചിലവായിപ്പോവും. അവസാനം പലോസോണക്ക് നമ്മുടെ കയ്യിൽ എല്ലാം ഈ കർത്താവിനെ നേടാൻ വേണ്ടി ലോകത്തിൽ ലാഭമെന്നെല്ലാം നമുക്ക് നഷ്ടമായി, ഒന്നും ഇല്ലാതെ വരാം. അതെല്ലാം തീരും. ഇല്ലാതെ വരുമ്പം നിത്യകൂടാരങ്ങളിൽ, നിത്യതയിൽ നിന്നെ വെൽക്കം ചെയ്യുന്ന, നിന്നെ അവിടെ ചേർക്കപ്പെടുന്നൊരു ദിവസം വരും. കാര്യം അതാണ് കർത്താവ് പറഞ്ഞത്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപിക്കരുത്. ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വേൾഡി വെൽത്ത് കൊണ്ട്, ഈ മാമോനെ കൊണ്ട്, ഈ അനീതിയുള്ള വേൾഡി വെൽത്ത് കൊണ്ട്, ഈ സമ്പത്ത് കൊണ്ട്
നിങ്ങൾ നിക്ഷേപിക്കാൻ ഒരിടമുണ്ട്, അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാം. അവിടെ ഡിപ്പോസിറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കർത്താവ് പറയുകയാണ്, യു വിൽ ബി വെൽക്കം ഇൻ ടു ഇറ്റേണൽ ഡെല്ലിങ്സിൽ, അതായത് ആ നിത്യതയിൽ, നിത്യകൂടാരത്തിൽ നീ ഒരു ദിവസം വെൽക്കം ചെയ്യപ്പെടും. സ്വാഗതം ഓതും സ്വർഗീയ ദൂതന്മാർ, വിശുദ്ധന്മാർ. കർത്താവ് തൻ്റെ മണവാട്ടിയായിരിക്കുന്ന സഭയെ, ഒരു മാതാപിതാക്കൾ അവരുടെ മകളെ വിവാഹത്തിന് കൊടുക്കുമ്പം എങ്ങനെയാണെന്ന് കൊണ്ടുവന്ന ആ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, മണവാളൻ്റെ മുമ്പിൽ മണവാട്ടിയെ പ്രസൻറ്റ്, അതുപോലെ പിതാവിന് മുമ്പിൽ ഒരു ദിവസം കർത്താവ് എന്നെ നിന്നെയും പ്രസൻറ്റ് ചെയ്യും. എന്തോ ചെയ്യണമെന്നറിയാമോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മാമോൻ, അതായത് ഈ വേൾഡ് വെത്തുകൊണ്ട് നിത്യതയിലേക്ക് നമ്മൾ സ്നേഹിതന്മാരുണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കി അതെല്ലാം തീർന്ന് വെറും കൈയായി ഇല്ലാതാകുമ്പോൾ നിന്നെ നിത്യകൂടാരങ്ങളിൽ വെൽക്കം ചെയ്യാൻ തക്കണിമിടയായിത്തീരും. അപ്പം അതിൻ്റെ 14-ാമത്തെ വാക്യം, ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ടിട്ട് കർത്താവിനെ പരിഹസിച്ചു. ഇന്നും അങ്ങനെ. ഇത് പക്ഷേ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പലരും എന്നെയും പരിഹസിച്ചെന്ന് വരാം. ഞാനിത് പ്രസംഗിക്കുമ്പോൾ, ഞാൻ 22 വർഷം ഒരു സഭാ ശുശ്രൂഷകനായിരുന്നു. ഞാൻ എൻ്റെ സഭയിലെല്ലാം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരാളാണ്. ഒരു പക്ഷേ പലരും പരിഹസിച്ചെന്ന് വരാം, പലരും വേറെ രീതിയിൽ കണ്ടെന്ന് വരാം. ഈ പുള്ളിക്ക് എന്നാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതില്ലാതെ ജീവിക്കാൻ നോക്കുമ്പോൾ, ഇത് അതാണ് കർത്താവ് പഠിപ്പിച്ച്, നമുക്ക് ഇന്നത്തേക്കുള്ളത് മതി, ഇല്ല ഇന്ന് നിനക്ക് ആവശ്യമുള്ള ആഹാരം തരാം. ഇത് പറഞ്ഞപ്പം ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ ഇത് കേട്ട് അവർ കർത്താവിനെ പരിഹസിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്ത് അന്നും ഇന്നും ഇതുണ്ടെന്നേ, അന്നും ഇന്നും ഉണ്ട്. അതായത് ഇവർ പരീശന്മാരാ, എല്ലാത്തിൻ്റെയും പതാരം, ജീരകം വാങ്ങിച്ചാൽ, കടുക് വാങ്ങിച്ചാൽ, ഉപ്പ് വാങ്ങിച്ചാൽ എല്ലാം കൊണ്ട് കൃത്യം കൊണ്ട് കൊടുക്കും. ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കും, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും. വലിയ ദൈർഘ്യമേറിയ പ്രാർത്ഥനകളൊക്കെ നടത്തും, എല്ലാം ഉപവസിക്കും ഒക്കെ ചെയ്യും. പക്ഷേ അകത്ത് ദ്രവ്യാഗ്രഹമാണ്. അതാ കർത്താവ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമാണ്, അല്ലേ? പൗലോസ് എൻ്റെ തീമത്യോസെ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലം. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനര, നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവ അത് വിട്ടോടി. അതായത് പറയുവാണ്, സ്ഥിരമായ അടിസ്ഥാനമുള്ള ഒന്നിനു വേണ്ടി നീ അത് വിട്ട് ഓടിക്കോളാൻ, നിൽക്കാനല്ല, അത് വിട്ട്, ഏതാ ദ്രവ്യാഗ്രഹം, അത് വിട്ട് നീ ഓടിയിട്ട്, നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ട് ഓടിക്കോളാൻ പറയുകയാണ്. കാര്യം പൗലോസിനറിയാം ഇത് നമ്മളെ തകർത്ത് കളയും, ഇത് നമ്മളെ വിശ്വാസത്തിൽ ഇല്ലാതാക്കി കളയും. ഇനിയും ഇവിടെ ഇതൊക്കെ കേട്ടിട്ട് ഈ പരീശന്മാർ, ദ്രവ്യാഗ്രഹിയുടെ പരീശന്മാർ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ കർത്താവിനെ പരിഹസിച്ചു. അന്നേരം അതിൻ്റെ അടുത്ത വാക്യത്തിൽ കർത്താവ് പറഞ്ഞ, ആ വാക്യത്തിൻ്റെ അവസാനം കർത്താവ് പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായിരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ അറപ്പത്രേ. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായിരിക്കുന്നത് ദൈവത്തിന് മുൻപാകെ അറപ്പത്രേ എന്ന് പറഞ്ഞാൽ, എന്നെ നിങ്ങളെ മനുഷ്യൻ്റെ ഈ സമൂഹത്തിൽ, മനുഷ്യരുടെ ഇടയിൽ, നമ്മുടെ സൊസൈറ്റി ഉന്നതമാക്കുന്നത് എന്തോ? നമ്മുടെ പണവും പത്രാസുമാണ്. മുന്തിയ കാറ്, വില കൂടിയ വസ്ത്രങ്ങൾ, ഭയങ്കര കോടികൾ മുടക്കിയുള്ള വീട്, നമുക്ക് ഡോർ തുറന്നു തരാൻ ഒരു ഡ്രൈവറ്, നമ്മുടെ ഫ്ലാസ്ക് പിടിക്കാൻ. ഇതൊന്നും ഉപദേശിമാർക്കും ഉണ്ട്. ഇഷ്ടംപോലെ ഉപദേശിമാരൊക്കെ നടക്കുന്ന അതിനേക്കാൾ വലിയ പത്രാസിലല്ലേ നമ്മുടെ പല പാസ്റ്റേഴ്സ് നടക്കുന്നത്. ഫ്ലാസ്ക് പിടിക്കാൻ ഒരാൾ, ബൈബിൾ പിടിക്കാൻ ഒരാൾ, ഇത് കൊണ്ടുവെക്കാൻ ഒരാൾ, തിരിച്ച് പ്രസംഗം എടുത്തുകൊണ്ട് പോകാൻ ഒരാൾ, കാറിന് ഡോറ് തുറന്ന് പിടിച്ചു കൊടുക്കാൻ ഒരാൾ, ചിലർക്ക് പലരാ. എൻ്റെ പൊന്നു കുഞ്ഞ്, നീ ആരുടെ ദാസനാണ് അടുത്ത്? ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച, എന്നാൽ ഒന്നുകൂടെ പറയണമെന്ന് ആഗ്രഹിക്കുക. അതിനകത്ത് പറഞ്ഞു തരാം. ഇതിനൊരു ഉപജ്ഞാതാവുണ്ട്, ഞാൻ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു. ഇതെല്ലാം ആരുടെ ചരക്കുകളാണ് ഇവർ വിൽക്കുന്നുള്ളത് ഓരോരുത്തർ പറഞ്ഞു തരാം. ഇപ്പം കർത്താവ് പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ഉന്നതമാക്കുന്നത് നമുക്ക് ഈ ലോകത്തിലെ ഭൗതികമായ നമ്മുടെ വസ്തുവകകൾ, വലിയ വലിയ മുതലാളിയാണ്, വലിയ കോടീശ്വരനാണ്, വലിയ ഒരുപാട് വാഹനത്തിൻ്റെ ഉടമയാണ്, വലിയ ലക്ഷറി ലൈഫാണ്, ഹോട്ടലുകളിലാണ് താമസം, ഭക്ഷണം. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ, അല്ലെങ്കിൽ ലയൺസ് ക്ലബിൻ്റെ മെമ്പറാണ്, റോട്ടറി ക്ലബിൻ്റെ മെമ്പറാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ നിലകളിലും മനുഷ്യരുടെ ഉന്നതമായിരിക്കുന്നു. പക്ഷേ നിനക്ക് എത്ര സമ്പത്തുണ്ട് അതിനൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് നീ നിത്യതയ്ക്ക് വേണ്ടി, അതായത്
നിത്യതയ്ക്ക് വേണ്ടി ചില സ്നേഹിതന്മാർ ഉണ്ടാക്കാതെ എത്ര സമ്പത്തുണ്ടെങ്കിലും ദൈവം പറയുകയാണ്, എനിക്ക് അവന് ആയാലും അവളായാലും ആരായാലും ദൈവത്തിന് മുമ്പാകെ ദൈവത്തിന് അറപ്പാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ വാട്ട് ഈസ് ഹൈലി വാല്യൂഡ് എമംഗ് മെൻ ഈസ് ഡിറ്റസ്റ്റബിൾ ഇൻ ഗോഡ്സ് സൈറ്റ്. ഡിറ്റസ്റ്റബിൾ എന്ന പദത്തിൻ്റെ അർത്ഥം അറിയാമോ? നിന്ദ്യമായ, വെറുക്കത്തക്ക, എൻ്റെ നൗണ് കഠിന വെറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് തൊടാൻ അരയ്ക്കുന്നൊരു വസ്തു എന്താണോ അത് പോണക്ക് ദൈവത്തിന് നിനക്ക് ഈ ലോകത്തിൽ എത്ര പത്രാസുണ്ടെങ്കിലും എത്ര സുഹൃത്തുക്കൾ നിനക്ക് സ്തുതി പാടാനുണ്ടെങ്കിലും നിൻ്റെ വണ്ടി അടയ്ക്കാനും തുറക്കാനും നിന്നെ കൊണ്ടുപോകാനും ഫ്ലാസ്ക് ചുമക്കാനും എല്ലാം ഉണ്ട്. നീ എത്ര പത്രാസുകൾ ജീവിച്ചാലും നീ ആരായാലും നിനക്ക് സമൂഹത്തിൽ എത്ര സ്ഥാനം ഉണ്ടെങ്കിലും ദൈവം തന്നിരിക്കുന്ന ഈ വേൾഡി വെൽത്ത് കൊണ്ട് നീ നിത്യതയ്ക്ക് വേണ്ടി സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ, സ്നേഹിത, നീ പാസ്റ്ററായാലും സെൻട്രൽ പാസ്റ്റായാലും വിശ്വാസിയായാലും ആരായാലും മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായിരിക്കുന്ന ദൈവത്തിന് അറപ്പാണ്. ആ ദൈവത്തിന് ഡിറ്റസ്റ്റബിൾ എന്ന പദമാണ്. അത് ഡിക്ഷണറി നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാണെങ്കിൽ, ഞാനും നിങ്ങളും കൈകണ്ട് തൊടാൻ അരയ്ക്കുന്ന ഒരു വസ്തു അതുപോലാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവൻ എന്തോ ഉണ്ടെങ്കിലും. അപ്പം നമ്മളിത് കേട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലെ ജീവിതം ഒരു ബ്രാക്കറ്റ് പീരീഡ് മാത്രമാണ്, കൊച്ചായുസാണ്. 10,000-28,000 ദിവസം വരും. കൂടിപ്പോൾ നമ്മൾ 80 വർഷം ജീവിച്ച 10 28,000 ചില്ലുവാനും ദിവസം വരും. അത് താഴെയാണെങ്കിൽ താഴെ വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മുടെ ആയുസ് വെച്ചാൽ അതിൻ്റെ അകത്ത് എത്ര കഴിഞ്ഞു. ഞാനൊരിക്കലും ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ അപ്പന്മാരുടെയൊക്കെ ആയുസ് വെച്ചാൽ എനിക്കിനി ഒരു 10 വർഷം കൂടെ കാണും. കാരണം പിതാക്കന്മാരുടെ ശരാശരി ആയുസ് എടുത്തിട്ടാണ്. അപ്പം ഞാൻ 60 വയസ്സുള്ള മനുഷ്യനോടാണ് സംസാരിച്ചത്. അപ്പോൾ പിതാക്കന്മാരൊക്കെ 70-75 പോയതാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ആരും ജീവിത രീതിയൊക്കെ ഒരു 10 വർഷം കൂടെ കിട്ടുമായിരിക്കും. അതായത് ഒരു ക്ലിനിക്കിലൊരു ബ്ലഡ് ടെസ്റ്റിനോട് ഇരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു 10 വർഷമല്ലേ, അപ്പോൾ ഒരു വർഷം 365 ദിവസം, 10 വർഷം വരുമ്പം 3650 അല്ല ചില്ലറ ദിവസമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഈ 10 വർഷം ജീവിച്ചാൽ 3650 ദിവസമേ ഉള്ളൂ സ്നേഹിത. നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉറങ്ങാനും യാത്ര ചെയ്യാനും പിള്ളേരെ കെട്ടിക്കാനും വീട് വെക്കാനും എന്തെല്ലാം കിടക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി നീ കരുതിയിട്ടുണ്ടോ? നിനക്ക് ദൈവം തന്നിരിക്കുന്ന ധനത്തെ നീ എങ്ങനെയാണ് കാണുന്നത്? നീ ഈ എന്താ പറയുന്നത് സ്നേഹിത, ഈ ന്യൂ ജനറേഷൻകാർ കുറച്ചുപേർ ഇറങ്ങിയിട്ടുണ്ട് യേശുവിനെ കൊണ്ട് ഉപജീവിക്കാൻ. അവർക്ക് യേശു ഒരു വിൽപ്പന ചരക്കാണ്. യേശു അവർക്ക് പൈസ ഉണ്ടാക്കാനും സുഖമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ഒരു മാർഗമാണ്. പത്രോസോനൊക്കെ അവനെ വാണിഭമാക്കിയിരിക്കുക, വാണിഭ ചരക്ക്. നമ്മൾ ഈ ഓമല്ലൂർ വയൽ വാണിഭമൊക്കെ പറഞ്ഞൊക്കെ അവിടെ ചന്തയിൽ കൊണ്ടുവന്ന് പച്ചക്കറി എല്ലാം വെക്കും വിൽക്കാനായിട്ട് എന്ന് പറഞ്ഞ് കർത്താവ് അവർക്കൊരു വിൽപ്പന ചരക്കാണ്. അവരെ ദൈവം അവരുടെ വയറാണ്. ഇവരുടെ ഉപജ്ഞാതാവ് ആരാണ്, ഇവരെ നയിക്കുന്ന ഏതാത്മാവാണ് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് അവസാനം, ഇത് ഞാൻ അവസാനം നിർത്താൻ ആഗ്രഹിച്ച, പക്ഷേ ഇതിപ്പം പറഞ്ഞപ്പോൾ ഒരെണ്ണം കൂടെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. 6-ാമത്തെ തുടർമാനമായിട്ട് കേൾക്കണമേ. ഗോഡ് ബ്ലെസ് യു ഓൾ.